9ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. ഞാൻ സൗമ്യ ഹരികൃഷ്ണ. നമ്മൾ വർക്ക് എനർജി ചാപ്റ്റർ പഠിച്ചു. അതിലെ സെക്കൻഡ് വീഡിയോയിൽ കുറേ വർക്കിനെ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ചെയ്തു. ഇനി നമുക്ക് എനർജി ക്വസ്റ്റ്യൻസ് നോക്കാം. എനർജി സ്കെയിലാർ ക്വാണ്ടിറ്റി ആണോ വെക്റ്റർ ക്വാണ്ടിറ്റി ആണോ? അതിന് ഡയറക്ഷൻ ഇല്ല, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ വർക്ക് പോലെ എനർജിയും സ്കെയിലാർ ആണ്. ദി എമൗണ്ട് ഓഫ് എനർജി പൊസസ്ഡ് ബൈ എ ബോഡി ഈസ് ഈക്വലൻ ടു. നമുക്കറിയാം എനർജി എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് വർക്ക് ചെയ്യുന്നതിനുള്ള കഴിവാണ് അല്ലേ. അപ്പോൾ വർക്ക് ചെയ്യുന്നതും നമുക്കുള്ള എനർജിയും ഈക്വൽ ആണ്. എത്ര എനർജി ഉണ്ട് അതനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എമൗണ്ട് ഓഫ് വർക്ക് ഇറ്റ് ക്യാൻ ഡു. 20 ജൂൾ ഓഫ് വർക്ക് ഈസ് ഡൺ ഇൻ മൂവിങ് എ ബോഡി ഫ്രം വൺ പ്ലേസ് ടു അനദർ. ദ എനർജി ഓഫ് ദ ബോഡി എന്താണ്? എനർജി ഈക്വൽ ടു വർക്ക് ആണ്. അപ്പോൾ 20 ജൂൾ ഓഫ് വർക്ക് ചെയ്യണമെങ്കിൽ എനിക്ക് എത്ര എനർജി വേണം? 20 ജൂൾ ഓഫ് എനർജി വേണം. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി, 20 ജൂൾസ്. If the velocity of a moving body becomes 1/5 m remaining constant, kinetic energy of the body. നമുക്കറിയാം കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് എം വി സ്ക്വയർ ആണ്. അതിൽ എം കോൺസ്റ്റന്റ് ആണ്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? കൈനറ്റിക് എനർജി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് വെലോസിറ്റി. ഇവിടെ 1/5 ആണ്. അതിന്റെ സ്ക്വയർ എത്രയാണ്? 1/25. 1/25 എന്ന് പറഞ്ഞാൽ എന്താണ്? കൈനറ്റിക് എനർജി 25 ടൈംസ് കുറയുകയാണ്. സോ ഓപ്ഷൻ ഡി. If both mass and velocity are double, kinetic energy increases how many times? അപ്പോൾ നമുക്കറിയാം കൈനറ്റിക് എനർജി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാസ്. അപ്പോൾ മാസ് ഡബിൾ ആയാൽ കൈനറ്റിക് എനർജി ഡബിൾ ആകും. ഇനി കൈനറ്റിക് എനർജി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വി സ്ക്വയർ ഓൾസോ. അപ്പോൾ വെലോസിറ്റി ഡബിൾ ആയാലോ അതെന്താണ്? 4 ആയില്ലേ. അപ്പോൾ എത്രയാ? 4 × 2 8 ടൈംസ് ആണ് കൈനറ്റിക് എനർജി ഇൻക്രീസ് ആകുന്നത്. കാരണം രണ്ടും ഇൻക്രീസ് ആയി. കാൽക്കുലേറ്റ് കൈനറ്റിക് എനർജി ഓഫ് എ ബോഡി ഓഫ് മാസ് 2 kg മൂവിങ് വിത്ത് എ വെലോസിറ്റി ഓഫ് 0.1 മീറ്റർ പെർ സെക്കൻഡ്. കൈനറ്റിക് എനർജി ഹാഫ് എം വി സ്ക്വയർ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ എം എന്ന് പറയുന്നത് എന്താണ്? 2 kg. അത് എസ് ഐ യൂണിറ്റ് ആണോ? അതെ. വെലോസിറ്റിയോ 0.1 മീറ്റർ പെർ സെക്കൻഡ് എസ് ഐ യൂണിറ്റ് ആണ്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു മാസ് എത്രയാണ്? 2 ഇൻറ്റു വി എത്രയാണ്? 0.1 ഇൻറ്റു 0.1. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 0.01. കൈനറ്റിക് എനർജി യൂണിറ്റ് എത്രയാണ്? ജെ. A bullet of mass 50 gram is traveling at 400 meter per second. What is the kinetic energy of the bullet? ഇവിടെ മാസ് ഓഫ് ദ ബുള്ളറ്റ് തന്നിട്ടുണ്ട്. എത്രയാണ്? 50 അല്ലേ? 50 ഗ്രാം. അപ്പോൾ കൈനറ്റിക് എനർജിയുടെ ഫോർമുല ഹാഫ് എം വി സ്ക്വയർ. മാസ് എന്ന് പറയുന്നത് 50 ഗ്രാം. അത് എസ് ഐ യൂണിറ്റ് അല്ല. അപ്പോൾ നമുക്ക് എസ് ഐ യൂണിറ്റ് ആയ കിലോയിലോട്ട് മാറ്റണം. കിലോഗ്രാം എത്രയാണ്? 1000 അല്ലേ കിലോ എന്ന് പറയുന്നത്. അപ്പോൾ 50 ഡിവൈഡഡ് ബൈ 1000. 0.05 kg ആണ് മാസ്. ഇനി വെലോസിറ്റിയോ തന്നിരിക്കുന്ന എസ് ഐ യൂണിറ്റ് ആണ് 400 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നമുക്ക് എം വിയും കിട്ടി. ഇനി എന്താണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? കെ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം എത്രയാണ്? 0.05 ഇൻറ്റു വി എത്രയാണ്? 400 ഇൻറ്റു 400. വി സ്ക്വയർ അല്ലേ. സോ അത് വീണ്ടും നമുക്ക് എഴുതാം. 0.05 ഇൻറ്റു 400 ഇൻറ്റു 400. ഇതിലൊരു 400 നമ്മൾ 2 കൊണ്ട് ക്യാൻസൽ ചെയ്ത് എന്ത് പോവും? 200 ആയി അല്ലേ. അപ്പോൾ ഇനി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാലോ? ആൻസർ എത്ര കിട്ടും? 4000. 4000 യൂണിറ്റ് എന്താണ്? ജൂൾ. ഹൗ ഫാസ്റ്റ് ഷുഡ് എ മാൻ ഓഫ് 50 kg റൺ സോ ദാറ്റ് ഹിസ് കൈനറ്റിക് എനർജി ബി 625. അപ്പോൾ ഇവിടെ മാസ് തന്നിട്ടുണ്ട്. അയാൾക്ക് 50 കിലോ ഭാരമുണ്ട്. അയാൾ എത്ര സ്പീഡിൽ ഓടിയാൽ അയാളുടെ കൈനറ്റിക് എനർജി 625 ആകും. അപ്പോൾ കൈനറ്റിക് എനർജി തന്നിട്ടുണ്ട് 625 ജൂൾസ്. അപ്പോൾ ഇനി അയാളുടെ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം ഹാഫ് എം വി സ്ക്വയറിൽ നിന്ന് നമുക്ക് വെലോസിറ്റി എടുത്താൽ പോരെ? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം വി സ്ക്വയർ. അപ്പോൾ വി സ്ക്വയർ നമുക്ക് എങ്ങനെ എടുക്കാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കൈനറ്റിക് എനർജി ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ എം. കൈനറ്റിക് എനർജി 625 ഇൻറ്റു 2. എം എത്രയാണ്? 50. ഇനി 2ഉം 50യും കൂടെ ക്യാൻസൽ ചെയ്താൽ 25. 25 ടൈംസ് അല്ലേ 625. അപ്പോൾ വി സ്ക്വയർ എത്രയാണ് നമുക്ക് കിട്ടി? 25. അപ്പോൾ വി എത്രയാണ്? സ്ക്വയർ റൂട്ട് ഓഫ് 25. 5 യൂണിറ്റ് എഴുതാൻ മറക്കരുത്. മീറ്റർ പെർ സെക്കൻഡ്. A man drops a 10 kg rock from the top of a 5 meter ladder. What is the speed just before it hits the ground? So മാസ് 10 kg ആണ്. അത് ഹൈറ്റ് എത്രയാണ്? 5 മീറ്റർ ഉള്ള ഒരു ലാഡറിൻ്റെ പുറത്തുനിന്നാണ് അയാൾ ഇടുന്നത്. അപ്പോൾ വെലോസിറ്റിയാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ബിഫോർ ടച്ചിങ് ദ ഗ്രൗണ്ട്.
എപ്പോഴും നമുക്കറിയാം ഒരു വസ്തു നമ്മൾ ഡ്രോപ്പ് ചെയ്യുമ്പോൾ അത് ഡ്രോപ്പ് ചെയ്യുന്നതിന് മുമ്പ് അതിന് സീറോ കൈനറ്റിക് എനർജിയും ഒരു വസ്തു താഴേക്ക് ഇടുമ്പോൾ അതിന് ആദ്യമുള്ളത് പൊട്ടൻഷ്യൽ എനർജിയാണ്. നമ്മൾ കയ്യിൽ നിന്ന് വിടുന്നതിന് മുമ്പ് അതിന് സീറോ കൈനറ്റിക് എനർജിയാണ്. പക്ഷെ നമ്മൾ ഡ്രോപ്പ് ചെയ്ത ഉടനെ ആ പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി കണ്ടാൽ നമുക്ക് കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാം അല്ലേ? അപ്പോൾ MGHൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമുക്ക് M അറിയാം, G അറിയാം, H അറിയാം. സോ എന്ത് കിട്ടും? 10 × 10 × 5 500 ജൂൾസ്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്താണെന്ന് മനസ്സിലാക്കി, കൈനറ്റിക് എനർജി. സോ 500 ജൂൾസ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഹാഫ് mv². അപ്പോൾ ഹാഫ് ഇൻറ്റു 10 × v². അപ്പോൾ ഇനി നമുക്ക് v² കണ്ടുപിടിച്ചൂടെ? 500 × 2 upon 10. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 100 എന്നാണ് കിട്ടുന്നത്. അത് v² ആണ്. അപ്പോൾ അതിൽ നിന്ന് v എങ്ങനെ കണ്ടുപിടിക്കാം? √√ v²√100 10 m/s ആണ്. ഇവിടെ കൈനറ്റിക് എനർജി തറയിൽ തൊടുന്നതിന് തൊട്ട് മുമ്പ് ഫുൾ പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആയിട്ട് മാറും. പൊട്ടൻഷ്യൽ എനർജി 0. ഹൗ ഇസ് എ കൈനറ്റിക് എനർജി ഓഫ് എ മൂവിംഗ് കാർ അഫക്റ്റഡ് ഇഫ് മാസ് ഇസ് ട്രിപ്പിൾഡ് എന്നാണ്. നമുക്കറിയാം മാസ് 3 ആയാൽ എന്ത് കൈനറ്റിക് എനർജി 3 ഇരട്ടിയാവും. പക്ഷെ അത് എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കും? കാരണം ഇതൊരു 2 മാർക്ക് 3 മാർക്ക് ക്വസ്റ്റൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു വേർഡിൽ എഴുതി വയ്ക്കാൻ പറ്റില്ല അല്ലേ? 3 മാർക്ക് ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചാൽ അപ്പോൾ കാണിക്കണം. അപ്പം ആദ്യത്തെ കേസ് നമ്മൾ ഹാഫ് mv² എന്ന് എടുക്കുന്നു. രണ്ടാമത് എന്തായി? മാസ് 3m എന്ന് എടുക്കുന്നു. അപ്പോൾ രണ്ടാമത്തേത് ഡിവൈഡഡ് ബൈ ആദ്യത്തെ റേഷ്യോ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഹാഫ് 3mv² ഡിവൈഡഡ് ബൈ ഹാഫ് mv² ഇനിഷ്യൽ. അപ്പോൾ നമ്മൾ ഹാഫ് mv² കോമൺ അല്ലേ? അപ്പോൾ നമുക്ക് മനസ്സിലാകും സെക്കൻഡ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ആദ്യത്തെ കൈനറ്റിക് എനർജിയുടെ 3 ഇരട്ടിയാണ്. അപ്പോൾ ഇവിടെ എന്ത് പറ്റും? കൈനറ്റിക് എനർജിയും ട്രിപ്പിൾഡ്. ഇതേപോലെ നമുക്ക് വെലോസിറ്റി അറിയാം. നമുക്കറിയാം വെലോസിറ്റി 4 ആയാൽ കൈനറ്റിക് എനർജി എന്താകും? 4ന്റെ സ്ക്വയർ ആയ 16 ആവും അല്ലേ? 16 ടൈംസ് കുറയും. പക്ഷെ അത് ഇതുപോലെ കാണിക്കാം കാൽക്കുലേഷൻ. ഫസ്റ്റ് കൈനറ്റിക് എനർജി ഹാഫ് mv², ഫൈനൽ കൈനറ്റിക് എനർജി ഹാഫ് m × 1/4 അപ്പോൾ ke2 upon ke1 ആ റേഷ്യോ കണ്ടുപിടിക്കുമ്പോൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1/2 × 1/16 mv² upon ഹാഫ് mv². ഇവിടെയും ഹാഫ് mv² കോമൺ ഫാക്ടർ നമ്മൾ കളഞ്ഞു. അപ്പോൾ സെക്കൻഡ് ഓർ ഫൈനൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഫസ്റ്റ് കൈനറ്റിക് എനർജി ഡിവൈഡഡ് ബൈ 16. അതായത് ആദ്യത്തേതിൻ്റെ 16 ഭാഗമായിട്ട് അത് കുറഞ്ഞു. A car is moving with a uniform velocity of 15 m/s. What is the kinetic energy of a boy of mass 40 kg sitting in the car? അപ്പോൾ നമുക്കറിയാം ഒരു കാറ് വെലോസിറ്റി എത്രയാണ്? 15 m/s. അപ്പോൾ ആ കുട്ടിയുടെ വെലോസിറ്റി അത് തന്നെയായിരിക്കും അല്ലേ? അവന് 40 കിലോ വെയിറ്റും ഉണ്ട്. അപ്പോൾ ആ കുട്ടി കാർ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ കൈനറ്റിക് എനർജിയും അത്ര തന്നെ ആയിരിക്കും. ഹാഫ് mv² നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഹാഫ് ഇൻറ്റു കുട്ടിയുടെ മാസ് 40 ആണ്, വെലോസിറ്റി 15 m/s ആണ്. അപ്പോൾ 15ന്റെ സ്ക്വയർ എടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ 40യെ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 20 225 × 20. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 4500 ജൂൾസ് എന്നാണ് നമ്മുടെ ആൻസർ. The kinetic energy of an object of mass m moving with a velocity of 5 m/s is 25 ജൂൾ. ഇപ്പോൾ വെലോസിറ്റി തന്നിട്ടുണ്ട്, കൈനറ്റിക് എനർജി തന്നിട്ടുണ്ട്, മാസ് m ആണ്. അപ്പോൾ വെലോസിറ്റി 5 m/s, കൈനറ്റിക് എനർജി 25 ജൂൾസ്. ഇനി വെലോസിറ്റി ഡബിൾ ചെയ്താൽ കൈനറ്റിക് എനർജി എത്ര കൂടും എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേഷൻ ഇല്ലാതെ തന്നെ അറിയാം വെലോസിറ്റി ഡബിൾ ആയാൽ 2² 4 ആവും അല്ലേ? 4 ടൈംസ് ഇൻക്രീസ് ആവും. പക്ഷേ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് പഴയതുപോലെ ആദ്യത്തെ കൈനറ്റിക് എനർജി ഹാഫ് mv² എന്ന് എടുത്തു. ഫൈനൽ കൈനറ്റിക് എനർജി നമ്മൾ ഹാഫ് ഇൻറ്റു m × 2v² എടുത്തു. അപ്പോൾ ke2 upon ke1 ആ റേഷ്യോ ഫൈനൽ ബൈ ഇനിഷ്യലിൻ്റെ റേഷ്യോ കാണുമ്പോൾ ഹാഫ് m4v² upon ഹാഫ് mv². അപ്പോൾ ഈ ഹാഫ് mv² കോമൺ അല്ലേ? അപ്പോൾ നമുക്ക് ke2 എന്ത് എഴുതാം? ke2 is equal to 4 ടൈംസ് ഓഫ് ke1. അപ്പോൾ ഇവിടെ ആദ്യത്തെ വെലോസിറ്റി കൈനറ്റിക് എനർജി എത്രയായിരുന്നു? 25. അപ്പം 4 × 25 എത്രയായി? 100 ജൂൾസ് എന്ന് കിട്ടുന്നു. ഇനി വാട്ട് വിൽ ബി ഇറ്റ്സ് കൈനറ്റിക് എനർജി വെൻ വെലോസിറ്റി ഈസ് ട്രിപ്പിൾ? അഗെയിൻ നമുക്കറിയാം
വെലോസിറ്റി ട്രിപ്പിൾ ആയാൽ കൈനറ്റിക് എനർജി 9 ടൈംസ് ആവും. അപ്പോൾ 9 ഇൻറ്റു ആദ്യത്തെ കൈനറ്റിക് എനർജി 25. ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കാം. ഞാനത് സ്കിപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? നമ്മുടെ ആൻസർ 225 ജൂൾസ്. ഫൈൻഡ് ദ വെലോസിറ്റി ഓഫ് എ ബോഡി ഓഫ് മാസ് 0.1 kg. വെലോസിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മാസ് SI യൂണിറ്റ് തന്നിട്ടുണ്ട് 0.1 kg. കൈനറ്റിക് എനർജിയും തന്നിട്ടുണ്ട് 20 ജൂള്. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് വി കണ്ടൂടെ? അപ്പോൾ ആദ്യം KE ഇസ് ഈക്വൽ ടു ഹാഫ് mv² ആണ് നമ്മുടെ ഇക്വേഷൻ. അതിൽ v² കാണണമെങ്കിൽ എന്ത് ചെയ്യണം? v² പുറത്തെടുക്കുമ്പോൾ കൈനറ്റിക് എനർജി ഇൻറ്റു 2/m എന്ന് എഴുതാം അല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഇനി v² ഇസ് ഈക്വൽ ടു 20 ഇൻറ്റു 2 അപ്പോൾ മാസ് 0.1. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? v² എന്തെന്ന് കിട്ടും? നമുക്ക് 400 ജൂൾസ് എന്ന് കിട്ടും. സോറി, ജൂൾസ് അല്ല, മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ v എന്തായി? സ്ക്വയർ റൂട്ട് ഓഫ് 400 എത്രയാണ്? 20 മീറ്റർ പെർ സെക്കൻഡ് ആണ് വെലോസിറ്റി. What is the work to be done to increase the velocity of a car from 36 km per hour to 72 km per hour if the mass of the car is 1000 kilogram? നമുക്ക് ഇവിടെ കാണാം വെലോസിറ്റി ഓൾമോസ്റ്റ് ഡബിൾ ആയി അല്ലേ? അപ്പോൾ കൈനറ്റിക് എനർജി എത്രയായിട്ട് മാറും? 4 ടൈംസ്. പക്ഷെ എങ്ങനെ ചെയ്യാം? നമുക്ക് ഇനിഷ്യൽ വെലോസിറ്റി 36 km per hour, അതിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കുന്നത് എങ്ങനെയാണ്? 5/18. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന ഇനിഷ്യൽ വെലോസിറ്റി കിട്ടി. അപ്പോൾ അത് വെച്ചിട്ട് ഇനിഷ്യൽ കൈനറ്റിക് എനർജി കണ്ടുപിടിച്ചൂടെ? ഇനിഷ്യൽ കൈനറ്റിക് എനർജി എന്തായിരിക്കും? ഹാഫ് mv². m എത്രയാണ്? 1000 ആണ്. v എത്രയാണ്? 10 എന്ന് കിട്ടി. അപ്പോൾ v² 10². അപ്പോൾ ഹാഫ് ഇൻറ്റു 1000 ഇൻറ്റു മാസം മാറുന്നില്ല അല്ലേ? 1000 ഇൻറ്റു 100 അപ്പോൾ 50. നമുക്ക് 50,000 ജൂൾസ് ആണ് ആദ്യത്തെ കൈനറ്റിക് എനർജി. ഇനി രണ്ടാമത്തെ കൈനറ്റിക് എനർജി എത്രയാന്ന് നോക്കാം. ഫൈനൽ വെലോസിറ്റി എത്രയായിട്ട് മാറി? 72 അല്ലേ? ഡബിൾ ആയിട്ടുണ്ട്. 72 കിലോമീറ്റർ പെർ അവർ. അതിനെ നമ്മൾ മീറ്റർ പെർ സെക്കൻഡ് ആക്കാനായിട്ട് 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. ഇനി ഫൈനൽ കൈനറ്റിക് എനർജി എന്തായിരിക്കും? എഗെയിൻ നമുക്ക് കണ്ടുപിടിക്കാം. ഹാഫ് ഇൻറ്റു m എത്രയാ? 1000 ഇൻറ്റു v എത്രയാ? 20 ഇൻറ്റു 20. v² അല്ലേ? അപ്പോൾ നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ 10 എന്ന് കിട്ടി. അപ്പോൾ എത്ര ജൂൾസ് ആയിരിക്കും? 200,000 ജൂൾസ് എന്ന് നമുക്ക് ഉത്തരം ലഭിക്കും, അല്ലെങ്കിൽ 2,00,000 ജൂൾസ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വർക്ക് ഡൺ ആണ്. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര എനർജി സ്പെൻഡ് ചെയ്യുന്നുള്ളതല്ലേ? അപ്പോൾ കൈനറ്റിക് എനർജി ഇനിഷ്യൽ കൈനറ്റിക് എനർജിയിൽ നിന്ന് ഫൈനൽ കൈനറ്റിക് എനർജി സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് വർക്ക് ഡൺ ലഭിക്കും. അപ്പോൾ 200,000 ജൂളിൽ നിന്ന് 50,000 ജൂൾസ് നമ്മൾ കുറച്ചു. അപ്പോൾ നമുക്ക് 150,000 ജൂൾസ് എന്ന ആൻസർ കിട്ടി. അതാണ് വർക്ക് ഡൺ. ഈ പ്രോബ്ലംസ് ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നീട് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പവറിൻ്റെ കുറേ ക്വസ്റ്റ്യൻസും കൂടി ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് ബയോളജി മൈ പാഷൻ.